ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് കാറ്റഗറി 3 ഹിന്ദിയുടെ സിലബസ് ആണ്. കാരണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ കുറേ വർഷങ്ങളായി സിലബസ് നോക്കിയിട്ട് ഇപ്പോൾ വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങുന്നതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഹിന്ദിയുടെ സിലബസ്, അപ്പോൾ നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹിന്ദിയുടെ കാറ്റഗറി 3 ഹിന്ദിയുടെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാറ്ററ്റിനുള്ള 150 മാർക്കിൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിൽ നിന്നാണ്. ഓക്കെ, അതിൽ തന്നെ 30 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതാണ് സിലബസ്. അപ്പോൾ നമ്മൾ ഈ PDF ആയിട്ട് കാറ്റൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ അതിനകത്ത് ഹിന്ദിയുടെ സിലബസ് ആണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. ഓക്കെ, ഇപ്പോൾ 80 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ. അപ്പോൾ ഇതിലൊരു 50+ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാറ്ററ്റ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും ബാക്കിയുള്ളതിനും കൂടി ആ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഒരു 100+ സ്കോർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഒരു 50-ന് മുകളിൽ പെഡഗോജിയിൽ സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അതായത് നമ്മുടെ പെഡഗോജി ആയിട്ട്, അതായത് നമ്മുടെ സബ്ജക്റ്റ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഇതിൽ വരിക. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ്, പ്ലേസ് ഓഫ് ഹിന്ദി ഇൻ. ഓക്കെ, നമ്മുടെ എയിം എന്താണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഒരു ലാംഗ്വേജ് ടീച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള എയിമും ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. ഇനി അടുത്താണ് പ്ലേസ് ഓഫ് ഹിന്ദി ഇൻ കേരള. ഹിന്ദിയുടെ പൊസിഷൻ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് രണ്ടാമത് വരുന്നത്. ഹിന്ദി ഇത് നാഷണൽ ഒഫീഷ്യൽ ആൻഡ് ലിങ്ക് ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. അതായത് നാഷണൽ ലാംഗ്വേജ് ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അതുപോലെ ലിങ്ക് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അടുത്ത ഒരു പോയിന്റ്. അടുത്താണ് ഡെവലപ്പിംഗ് നാഷണൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഒരു ദേശീയതയൊക്കെ നിർമ്മിക്കുന്നതിൽ ഹിന്ദിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അതിൽ വരും. ഇനി അടുത്താണ് രണ്ടാമത്തെ പോയിന്റാണ് ഡെവലപ്മെന്റ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. അതായത് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ BEdലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. കാരണം നിങ്ങൾ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്താണ് മൂന്നാമത്താണ് അക്വിസിഷൻ ഓഫ് ദ 4 ലാംഗ്വേജ് സ്കിൽസ്. 4 ലാംഗ്വേജ് സ്കിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ആവശ്യമാണ് കാറ്ററ്റിന് വേണ്ടി. കാരണം കൂടുതൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പെഡഗോജി ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഇൻട്രാക്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷനെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റീഡിങ് തുടങ്ങിയ പോയിന്റ്സുകൾ. അത് പിന്നെ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ റൈറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ റീഡിങ് LSRW സ്കിൽസുമായിട്ട് വരുന്ന കുറേ അവസ്ഥകളുണ്ട്. അതായത് ഇപ്പോൾ എന്താണ് ഡിസ്ലെക്സിയ പോലുള്ള അവസ്ഥകൾ. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റിൽ വരുന്നത്. ഇനി അടുത്താണ് നാലാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിനെ സൂചിപ്പിക്കുന്ന പോയിന്റ്സ് ആണ്. അടുത്താണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ സെലിബ്രേഷൻ, ഹിന്ദി ക്ലബ് ആക്ടിവിറ്റീസ്, അക്കാഡമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു തുടങ്ങിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അടുത്താണ് ആറാമത്തെ പോയിന്റാണ് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. അപ്പോൾ ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അത് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ കൺസ്ട്രക്റ്റീവ് മോഡലുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ആറാമത്തേൽ വരുന്നത്. ഏഴാമത്താണ് ലേണിംഗ് എയ്ഡ്സ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ICT ബേസ്ഡ് ആണ് കൂടുതൽ ക്ലാസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് അതിൽ വരും. അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, ആ പോയിന്റ്സുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് ഏത് രീതിയിൽ ലാംഗ്വേജ് ടീച്ചിങ്ങിനെ സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്താണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ഡിസ്കോഴ്സ്, റോൾ ഓഫ് ഗ്രാമർ, ഗ്രാമറിൻ്റെ റോൾ എന്തോരമുണ്ട്, ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, വെർബൽ ആൻഡ് റിട്ടേൺ ഫോം, അതിനെക്കുറിച്ചൊക്കെ പോയിന്റ്സുകൾ ചോദിക്കും. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലേണർ നീഡ്സ്, അതായത് സ്റ്റുഡൻസിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇനി അടുത്താണ് ലേണിംഗ് ഡിസേബിൾഡ്, സ്ലോ ലേണേഴ്സ്, ഫാസ്റ്റ് ലേണേഴ്സ്. അപ്പോൾ ഇവരെ എങ്ങനെ, ഇപ്പോൾ സ്ലോ ലേണർ ആണെങ്കിൽ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന രീതിയിലുള്ള പോയിന്റ്സുകളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്താണ് ഡൈവേഴ്സ് ക്ലാസ് റൂം. കാരണം ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള കുട്ടികളുണ്ട്, നേച്ചർ പലതാണ് അവരുടെ, അല്ലെങ്കിൽ സ്റ്റഡി ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ക്ലാസ് റൂം ടീച്ചിങ് എങ്ങനെ നടത്താം. അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് 8 to 10 ടെക്സ്റ്റ് ബുക്ക്. കാരണം നമ്മൾ 8 മുതൽ 10 വരെ പഠിപ്പിക്കാനാണ് കാറ്റഗറി 3 മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മെയിൻലി ഹിന്ദിയുടെ
അതിൻ്റെ ഒരു അനാലിസിസ് എങ്ങനെയായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം. അതിപ്പോൾ നമ്മൾ ബി എഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ ഹെൽപ്പ് ചെയ്യും. പ്രിപ്പറേഷൻ ഓഫ് ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ ആൻഡ് ലെസൺ പ്ലാനുകൾ ബി എഡ് ചെയ്യുന്നവർക്കറിയാം 19 ബി എഡ് കഴിയുമ്പോൾ ഏകദേശം 100ഓളം ലെസൺ പ്ലാൻസ് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോരോ പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, അപ്പം അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്താണ് പെഡഗോജിയിലെ ലാസ്റ്റ് പോർഷൻ ഇവാലുവേഷൻ. കാരണം നമ്മൾ ഓരോ എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇവാലുവേഷൻ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ വരുന്നുണ്ട്, ടെർമിനൽ ഇവാലുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ബി എഡിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്താറുണ്ട്, അപ്പോൾ അതറിഞ്ഞിരിക്കണം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും റെമഡിയൽ ടീച്ചിങ് എന്ന് വെച്ചാൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അതിൽ എന്തൊക്കെ വരുന്നുണ്ട് തുടങ്ങി ഇത്രയും പോയിന്റ്സ് ആണ്. അതായത് ഏകദേശം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പെഡഗോജിയിൽ നിന്ന് വരുന്നത്, ഹിന്ദി പെഡഗോജി ഭാഗത്ത് നിന്ന് വരുന്നത്. ബാക്കി എത്രയുണ്ട്, 50 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഹിന്ദി പോർഷൻസിൽ നിന്ന് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഹിന്ദി ഭാഷയുടെ ഉദ്ഭവ ഓർ വികാസ്, ഹിന്ദി ഭാഷയുടെ ബിഗിനിങ് തൊട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ PYQs നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇന്ന ഭാഗത്ത് നിന്നൊക്കെ വരുന്നുണ്ടെന്ന്. ഇനി ഹിന്ദി ഭാഷാക സ്വരൂപ അപഭ്രംശ ഓർ പുരാനി ഹിന്ദി. ഓക്കെ, അതായത് ഹിന്ദി ഭാഷയുടെ ഉപഭാഷായും ബോലിയം ഇതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഹിന്ദി ഭാഷാക വികാസ്, ഹിന്ദിക്ക് ബോലിയം വർഗീകരണ തഥാ ക്ഷേത്ര. ഇപ്പം ഇങ്ങനെയുള്ള ബോലികൾ അറിഞ്ഞിരിക്കണം. കാരണം അതിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഡെഫിനറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഹിന്ദി സാഹിത്യക ഇതിഹാസ് പ്രാചീൻ. ഓക്കെ, പ്രാചീൻ ഇതിഹാസ് വരുന്നുണ്ട്. ഇനി അടുത്താണ് ആദികാൽ. ഹിന്ദി സാഹിത്യ പ്രമുഖ ഇതിഹാസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് വരുന്നുണ്ട്. കാൽ വിഭാജനയെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ആദ്യകാലിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ പ്രവർത്തിയാം. പിന്നെ രാസോ കാവ്യ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പൃഥ്വിരാജ് രാസോയിൽ നിന്നൊക്കെ ഡെഫിനറ്റ്ലി കാറ്റഗറി 4 ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി അടുത്താണ് ഭക്തികൾ. കാരണം നമ്മൾ കാറ്റഗറി 3ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കാറ്റഗറി 4ഉം കൂടി അതിൻ്റെ ഒപ്പം എഴുതിയെടുക്കാൻ പറ്റും. കാരണം ഇതിൽ വരുന്ന കുറേ ടോപ്പിക്കുകൾ അതിലും ഉണ്ട്. ഓക്കെ, കാറ്റഗറി 3 കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ രണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്താണ് ഭക്തികാല് വരുന്നുണ്ട്. ഭക്തി ആന്തോളൻകാൽ സ്വരൂപം, നിർഗുണ, സഗുണ. അപ്പം അതുപോലെ തന്നെ കബീർ ദാസ് ഉണ്ട്. സന്തകവി കബീർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രമുഖ നിർഗുണ സന്തകവി കബീർ. അപ്പം അദ്ദേഹത്തിന്റെ രചനകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് അതിനകത്ത്. ഹിന്ദി സൂഫി കാവ്യ, സൂഫി കാവ്യിക സ്വരൂപ പ്രവർത്തിയ. പിന്നെ പ്രമുഖ സൂഫി കവി ആരൊക്കെയാണ്, ജായ്സി, പത്മാവത്. പിന്നെ ഭക്തി കാവ്യങ്ങൾ വരുന്നുണ്ട്, അതിന്റെ പ്രമുഖ പ്രവർത്തിയാം. അഷ്ടജാബിനെ കുറിച്ച് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 2 കാറ്റഗറിയിൽ മാറി മാറി ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സൂർദാസിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും 2 കാറ്റഗറിയിലും വരാറുണ്ട്. ഭ്രമർഗീത, ഹിന്ദി രാമകാവ്യ. പിന്നെ തുളസിദാസ് രാംചരിതമാനസ്. ഈ രാംചരിതമാനസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും 2 കാറ്റഗറിയിൽ മാറി മാറി ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രീതികാലിന്റെ പ്രവൃത്തിയാം. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കവികളായിട്ടുള്ള ബിഹാരി ദേവഭൂഷൺ, ഘനാനന്ദ. അതുപോലെ തന്നെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, രീതിബദ്ധ, രീതി സിദ്ധ, രീതി മുക്ത്. അപ്പോൾ ആ പോയിന്റ്സുകളൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്താണ് ആധുനിക കാലിലേക്ക് വരുവാണെങ്കിൽ ഹിന്ദി ഗദ്ദിക വികാസ്. ആധുനിക കാലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗദ്യരചനകളാണ് നമ്മൾ കൂടുതലും കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു വികാസും ഭാരതേന്ദു യുഗവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സുകളൊക്കെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി അടുത്താണ് ദ്വിവേദി യുഗം. ഇപ്പം മഹാവീർ പ്രസാദ് ദ്വിവേദിയുമായിട്ട് ബന്ധപ്പെട്ടത്, അദ്ദേഹത്തിന്റെ പത്രിക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഹിന്ദി ഉപന്യാസ് പ്രാരംഭ്, ഹിന്ദി ഉപന്യാസിനെ കുറിച്ചുള്ള പോയിന്റ്സുകൾ വരുന്നുണ്ട്. പ്രേംചന്ദ് യുഗ, പ്രമുഖ സമസ്യ. പിന്നെ പ്രമുഖ ഉപന്യാസകാർ, അവരുടെ പേരൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെ കുറിച്ചുള്ള പോയിന്റ്സുകൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട രചനകൾ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഇഷ്ടം പോലെ ആളുകളുടെ പേര് ഇതിനകത്തുണ്ട്. അപ്പം അതിലും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ PYQs എടുക്കുക, അതിൽ ചോദിച്ചിട്ടുള്ള പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം നമുക്ക് കേട്ടറ്റ് എന്ന് പറയുന്നത് 150-ൽ 150 വാങ്ങാനുള്ള ഒരു എക്സാം അല്ല, നമുക്കത് പാസ്സായാൽ മതി. ഓക്കെ, അപ്പം ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതല്ല ഇത് മൊത്തം അരച്ച് കലക്കി കുടിച്ചതെന്നോർത്ത് എക്സാമിന് ക്വാളിഫൈ ആവണമെന്നില്ല. അപ്പം വന്നിട്ടുള്ള പോയിന്റ്സുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇങ്ങനെ സിലബസ് നോക്കുമ്പോൾ ഇഷ്ടം പോലെ രചനകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇത് മുഴുവൻ പഠിക്കണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു PYQs നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇനി പ്രേംചന്ദ്, അവരെ ഗോദാൻ, അതുപോലെയുള്ള രചനകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഹിന്ദി കഹാനി, അത് പ്രാരംഭ പ്രേംചന്ദ് യുഗം, അതിൻ്റെ ആരംഭം മുതൽ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കുറേ സ്റ്റോറീസ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ സമ്മറി മനസ്സിലാക്കാനായിട്ട് നോക്കും. സ്നേഹഹാദ, കഫൻ പൂസ്കിരാദ്, ഈദ്ഗാഹ് കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സവാസർ ഗെഹു, ടാക്കൂർ കാ കൂവ,
തുടങ്ങിയ ഈ സ്റ്റോറികളുടെയൊക്കെ ഒരു സമ്മറി മനസ്സിലാക്കി വെക്കുക. വാപ്പസി അത് നമ്മൾ ചെയ്തതാണ്. അങ്ങനെ കുറച്ച് സ്റ്റോറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമ്മറി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്താണ് ഹിന്ദി നാടകം. അത് ഭാരതേന്ദു യുഗ്, പ്രസാദ് യുഗ് എന്ന് തുടങ്ങി അതിൻ്റെ ഒരു ഹിസ്റ്ററി ഫുൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും പറഞ്ഞിട്ടുള്ള നാടകങ്ങൾ അന്തേർ നഗരി, ധ്രുവസാമിനി, സിന്ദൂർ കി ഹോളി, അന്താ കുവാം, കൊണാർക്ക്, മോഹൻ രാകേഷ് അരുൺ കെ നാടകം, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കുക. ഞാൻ ഈ സിലബസ് പറയാനുള്ള കാരണം നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും തോന്നും കാരണം ഈ സംഭവങ്ങൾ സിലബസിൽ ഉണ്ടല്ലോ എന്ന്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഹിന്ദി നിബന്ധ का उद्भव और विकास, പിന്നെ പ്രമുഖ നിബന്ധകാര് രാമചന്ദ്ര ശുക്ല, ഹസാരി പ്രസാദ് ദ്വിവേദി, വിദ്യാനിവാസ് മിശ്ര, ഇവരെ 3 പേരെ കുറിച്ചാണ് മെയിൻലി വന്നിട്ടുള്ളത്. ഇനി ആലോചന ക്രിറ്റിസിസം വരുന്നുണ്ട്. ഓക്കെ, ഹിന്ദി കവിതാക്കെ വിഭിന്ന ചരൺ, ഭാരതേന്ദു യുഗ, ദ്വിവേദി യുഗ, ഛായാവാദ്. അപ്പോൾ ഇതിലും വരുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കവിതകളൊക്കെ കാമായനി, ജൂഹി കി കലി, തോടത്തി പത്ര എന്നൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ നെയിം കൊടുത്തിട്ടുള്ളതിൻ്റെ ഒക്കെ തന്നെ ഒരു സമ്മറി മനസ്സിലാക്കി വെക്കുക, അതിലെന്താണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ഇനി പ്രകൃതിവാദ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയൊരു സിലബസ് ആയിരുന്നു. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പ്രയോഗവാദിക്ക് വിശേഷതായം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ വരുന്ന കവികൾ നാഗാർജുന തുടങ്ങുന്ന കവികളുണ്ട്. പിന്നെ അടുത്തതാണ് താർ സപ്തക. അപ്പോൾ നമുക്ക് അഗ്യേയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൽ വരുന്ന താർ സപ്തകയിൽ വരുന്ന കവികൾ, അവരുടെ രചനകൾ, ഇതൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഉത്തർ ഹിന്ദി സാഹിത്യം, അതായത് ഇപ്പോൾ ഉള്ള നാരി വിമർശ, ദളിത് വിമർശ എന്നൊക്കെ തുടങ്ങിയ രചനകൾ അല്ലെങ്കിൽ ഇതിൽ വരുന്ന രചനകൾ, ഈ കഹാനി, അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കുറേ ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, കുറേ സ്റ്റോറീസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മറി മാക്സിമം നിങ്ങൾ PYQസിൽ നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയുന്നുള്ളൂ. പിന്നെ നാടകം വരുന്നുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നെ ഹിന്ദി കവിത. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ തന്നെ നമ്മൾ നോക്കി വെക്കണം. കാറ്റഗറി 4ൻ്റെ കുറച്ചുകൂടി സിമ്പിളാണ്. കാറ്റഗറി 3 മെയിൻലി ഹൈസ്കൂളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ലെവലും കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഹിന്ദി കവിതയിൽ കുറേ പേരുടെ പേരുകൾ വരുന്നുണ്ട്. വാൽമീകി, ഓം പ്രകാശ് വാൽമീകി, പവൻ കരുണ, അനാമിക, കാർത്യായനി, നിർമ്മല പുതുൽ. ഓക്കെ, ഇതൊക്കെ എന്താണ് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ ഇവരുടെ രചനകൾ നോക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ അന്യവിധായം, അതായത് ആത്മകഥ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രേഖാചിത്ര, യാത്രാവിവരണം വരുന്നുണ്ട്. പിന്നെ വ്യാകരൺ, ഓക്കെ, ലിംഗവചൻ, കാരക, ന്യായപ്രത്യയം. അപ്പോൾ ഓക്കെ, ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. ഇതിനകത്ത് വ്യാകരണം എന്ന് പറഞ്ഞാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി സിമ്പിളാണ്. ഈ ഒരു കൺസെപ്റ്റുകൾ ലിംഗവചൻ, കാരക ഡെഫിനറ്റ്ലി നമ്മൾ നോക്കണം. 4 ആണെങ്കിലും 3 ആണെങ്കിലും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സർവനാമ, വിശേഷൻ, സംഖ്യ. ഓക്കെ, മുകളിലൊരു ഡോട്ടും കൂടി ഉണ്ട്, സംഖ്യ. ഓക്കെ, കാൽ, ക്രിയ, അവ്യയം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെയിൻലി കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗ്രാമർ നമ്മളിപ്പോൾ ജനറൽ യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, ഇപ്പോൾ നമ്മൾ സ്കൂളിലാണെങ്കിൽ ഗ്രാമറിന് അത്ര ഇത് വരുന്നില്ല. നമ്മൾ പ്രാക്ടിക്കൽ യൂസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമർ കുറേ പേർക്ക് വീക്ക് ആയിരിക്കും. പക്ഷേ അത് നമ്മൾ ഈ ചെറിയ ചെറിയ പോയിന്റ്സിലൂടെ നമ്മളൊന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്താണ് ഭാഷാ വിജ്ഞാൻ വരുന്നത്. ധ്വനി വിജ്ഞാൻ, അർത്ഥവിജ്ഞാൻ, അങ്ങനെ വാക്യവിജ്ഞാൻ, അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്താണ് കാവ്യശാസ്ത്രം. ഓക്കെ, അതിനകത്ത് കുറേ സിദ്ധാന്തം, കുറേ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുണ്ട്. ആ പേരുകളൊക്കെ തന്നെ പഠിക്കുമ്പോഴത്തേനും കുറേ ടൈം ആകും. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എളുപ്പമുള്ള മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാറ്റഗറി 3 ഹിന്ദിയുടെ സിലബസ്. അപ്പോൾ നോക്കുമ്പോൾ വളരെ വലിയൊരു സിലബസ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളത് പഠിക്കാതെ തുടങ്ങിയ കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, ഫോളോ അപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വരാം. മിക്കവാറും ഒരു സിലബസ് ഡിസ്കഷൻ ആയിരിക്കും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.